കനത്ത മഴയിൽ അടിമാലി നഗരത്തിൽ വെള്ളക്കെട്ട്. ഹിൽഫോർട്ട് ജംഗ്ഷനിൽ ഇരുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ വെള്ളം കയറി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി വ്യാപാര സ്ഥാപന ഉടമകൾ പറയുന്നു. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽകൃഷ്ണൻ, എന്താണ് സാഹചര്യം? ഈ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന നില ഇപ്പോഴും മഴ ശക്തമായി തുടരുന്ന, ഇടവിട്ടെങ്കിലും ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ടോ ലാൽകൃഷ്ണൻ? തീർച്ചയായിട്ടും ശ്രീജിത്ത് പറഞ്ഞ പോലെ രാവിലെ മുതൽ ഇടവിട്ടുള്ള മഴയാണ് ഇടുക്കി ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ ഹൈറേഞ്ച് ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെയ്യുന്ന മഴയെല്ലാം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ്. രാവിലെ മുതൽ പലയിടങ്ങളിലായി പല തോതിലുള്ള നാശനഷ്ടങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തേതാണ് അടിമാലി നഗരത്തിലുണ്ടായത്. ഹിൽഫോർട്ട് ജംഗ്ഷനിലെ 2-3 കെട്ടിടങ്ങളിൽ ആദ്യഘട്ടത്തിൽ വെള്ളം കയറുകയായിരുന്നു. താരതമ്യേന വലിയ ശക്തമായൊരു മഴ തന്നെയാണ് ഈ മേഖലയിൽ ലഭിച്ചത്. തുടർന്നാണ് കടകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ഈ വെള്ളക്കയറ്റത്തിൽ സാധന സാമഗ്രികൾ മാറ്റിവെക്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യാപാരികൾക്ക് സാധിച്ചില്ല. ഈ സമയത്ത് തന്നെ ഫയർഫോഴ്സിൻ്റെ ഒരു സംഘവും അടക്കമുള്ള ആളുകൾ എത്തിയാണ് ആദ്യഘട്ടത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചത്. എങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റ് പല മേഖലകളിലും സമാനമായ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ദേശീയപാതയിലാണ് ഇതിന് സമാനമായ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതായത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിമംഗലത്ത് നിന്ന് അടിമാലിയിലേക്കുള്ള പാതയിലാണ് തുടർച്ചയായുള്ള മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മരങ്ങളും കടപഴകി വീഴുന്ന അവസ്ഥയുണ്ടായത്. ആദ്യം ഒരു ഇല്ലിക്കൂട്ടം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഫയർഫോഴ്സും മറ്റും എത്തി നീക്കം ചെയ്തു. തൊട്ടു പിന്നാലെ അതേ മേഖലയിൽ തന്നെ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയായിരുന്നു. സമാനമായ സാഹചര്യം ഇപ്പോൾ തുടരുകയാണ്. രാത്രി കാലങ്ങളിലടക്കം മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം. ശരി, അത് പ്രധാനമാണ്. മലയോര മേഖലയിലേക്ക് രാത്രി യാത്രകൾ പാടില്ല എന്ന നിർദ്ദേശം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും അതിശക്തമായി മഴ പെയ്യുന്നുണ്ട്. അടിമാലി നഗരത്തിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുകയും വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.